ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമെന്നും അതിസമ്പന്നരുടെ പറുദീസ എന്ന് വിശേഷിക്കപ്പെടുന്ന ന്യൂയോർക്ക് നഗരത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു വഴിത്തിരിവാണ് സൊഹ്റാൻ മംദാനിയുടെ മേയർ തെരഞ്ഞെടുപ്പിലെ വിജയം കുറിക്കുന്നത്. ശതകോടീശ്വരന്മാരും ആകാശ ചുംബികളായ കെട്ടിടങ്ങളും ആഡംബര ജീവിത ശൈലികളും അടയാളപ്പെടുത്തുന്ന ന്യൂയോർക്കിന്റെ തിളക്കത്തിന് പിന്നിൽ മറിഞ്ഞുകിടന്ന ദാരിദ്ര്യത്തിന്റെയും അസമത്വത്തിന്റെയും കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമായത്. മംദാനി മുന്നോട്ട് വെച്ച സോഷ്യലിസ്റ്റ് മുദ്രാവാക്യങ്ങൾ അമേരിക്കൻ മുതലാളിത്തത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്രയേറെ സ്വീകാര്യത നേടിയെന്നത് ആഗോള രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്നു. കേവലം ഒരു നഗരസഭാ തിരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം അമേരിക്കൻ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ വർഗപരമായ വൈരുദ്ധ്യങ്ങളും സാമ്പത്തിക ഞെരുക്കവും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ ഈ ജനവിധി കാരണമായിട്ടുണ്ട്. ഫോബ്സിന്റെയും ഹ്യൂമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും 2025 കണക്കുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാർ അധിവസിക്കുന്ന നഗരമാണ് ന്യൂയോർക്ക്. 129 ശതകോടീശ്വരന്മാരുള്ള ഈ നഗരത്തിൽ തന്നെ പക്ഷേ 4/1 നിവാസികൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് കഴിയുന്നത് എന്നത് വല്ലാത്തൊരു വൈരുദ്ധ്യമാണ്. ന്യൂയോർക്ക് നഗരത്തിലെ ദാരിദ്ര്യ നിരക്ക് അമേരിക്കയുടെ ദേശീയ ശരാശരിയായ 13% ഇരട്ടിയോളമായി ഉയർന്ന് 25% എത്തി നിൽക്കുന്നു. അതായത് 4 ന്യൂയോർക്കുകാരിൽ ഒരാൾ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ കഷ്ടപ്പെടുന്നു. നിലവിൽ 2.2 ദശലക്ഷം ആളുകൾ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ അതിൽ 4,20,000 പേരും കുട്ടികളാണ് എന്നത് നഗരത്തിന്റെ ഭാവിക്കിന്മേലുള്ള കരിനിഴലായി കണക്കാക്കപ്പെടുന്നു. 2017 മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ കുട്ടികൾക്കിടയിലെ ദാരിദ്ര്യം അതിന്റെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഉയർന്ന ജീവിത ചെലവും വരുമാന വളർച്ചയിലെ മന്ദതയുമാണ് ന്യൂയോർക്കിലെ സാധാരണക്കാരെയും മധ്യവർഗത്തെയും ഒരുപോലെ തളർത്തുന്നത്. പാർപ്പിടം, ഭക്ഷണം, ചികിത്സ, ഗതാഗതം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വരുന്ന തുക പണപ്പെരുപ്പ നിരക്കിനേക്കാൾ വേഗതയിൽ കുതിച്ചുയരുകയാണ്. നഗരവാസികളിൽ 26% പേരും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചൈൽഡ് പോവർട്ടി റിഡക്ഷൻ അഡ്വൈസറി കൗൺസിലിംഗിന്റെ കീഴിൽ വരുന്ന കുടുംബങ്ങളിൽ പകുതിയോളം പേർക്കും അത്യാവശ്യ ഘട്ടങ്ങളിൽ $400 പോലും കണ്ടെത്താനുള്ള ശേഷിയില്ല. വിലക്കയറ്റം മൂലം 73% രക്ഷിതാക്കളും തങ്ങളുടെ സമ്പാദ്യത്തിൽ വലിയ കുറവ് വരുത്തിയിരിക്കുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി പലർക്കും അധിക സമയം ജോലി ചെയ്യേണ്ടി വരികയോ രണ്ടാമതൊരു ജോലി കൂടി കണ്ടെത്തേണ്ടി വരികയോ ചെയ്യുന്നുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബങ്ങളുടെ വരുമാനത്തിന്റെ 3/4 വാടക ഇനത്തിൽ മാത്രം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് 2025 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ദി സ്റ്റേറ്റ് ഓഫ് പോവർട്ടി ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഇൻ ന്യൂയോർക്ക് സിറ്റി എന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൊഹ്റാൻ മംദാനി മുന്നോട്ട് വെച്ച സോഷ്യലിസ്റ്റ് വികസന മാതൃകകൾ ന്യൂയോർക്ക് നിവാസികൾക്കിടയിൽ തരംഗമായത്. നഗരവാസികളുടെ വാടക മരവിപ്പിക്കുക, സൗജന്യ ബസ് യാത്ര ഉറപ്പാക്കുക, സാർവത്രിക ശിക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പട്ടിണിയും പണപ്പെരുപ്പവും കൊണ്ട് വലഞ്ഞ സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായി തോന്നി. അതിസമ്പന്നന്മാരിൽ നിന്ന് ഉയർന്ന നികുതി ഈടാക്കി പാവപ്പെട്ടവർക്കായി സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന അദ്ദേഹത്തിന്റെ നിലപാട് അമേരിക്കൻ ഭരണവർഗത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ അലോസരപ്പെടുത്തുന്നവയായിരുന്നു. എങ്കിലും വംശീയവും മതപരവുമായ അതിർവരമ്പുകൾ ഭേദിച്ച് മംദാനിക്ക് പിന്തുണ ലഭിച്ചു. ഇസ്രായേൽ അനുകൂല നിലപാടുകൾക്ക് പേരുകേട്ട ന്യൂയോർക്കിലെ ജൂത വിഭാഗത്തിൽ പോലും പലസ്തീൻ അനുകൂല നിലപാടുകളുള്ള മംദാനിക്ക് വോട്ട് നൽകിയത് ശ്രദ്ധേയമാണ്. ജൂത കുടുംബങ്ങളിൽ 5/1 ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്ന വസ്തുതയാണ് അവരെ മംദാനിയുടെ സാമ്പത്തിക നയങ്ങളിലേക്ക് ആകർഷിച്ചത്. സൊഹ്റാൻ മംദാനിയുടെ വിജയത്തെയും അദ്ദേഹം ഉന്നയിച്ച സോഷ്യലിസ്റ്റ് ആശയങ്ങളെയും തകർക്കാൻ അമേരിക്കൻ തീവ്ര വലതുപക്ഷവും ട്രംപും കടുത്ത ശ്രമങ്ങൾ നടത്തിയിരുന്നു. മംദാനി ഒരു കമ്മ്യൂണിസ്റ്റായി മുദ്രകുത്തിക്കൊണ്ട് അമേരിക്കൻ ജീവിത രീതിക്ക് അദ്ദേഹം ഭീഷണിയാണെന്ന പ്രചാരണമാണ് ട്രംപ് നടത്തിയത്. ശീതയുദ്ധകാലത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരത്തെ വീണ്ടും ഉയർത്താനായിരുന്നു ഈ നീക്കം. ലാറ്റിൻ അമേരിക്കയും യൂറോപ്പിലും ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങൾ അധികാരത്തിൽ വരുന്ന പുതിയ ആഗോള സാഹചര്യത്തിൽ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഇത്തരമൊരു മാറ്റം സംഭവിക്കുന്ന മുതലാളിത്ത ശക്തികളെ ഭയപ്പെടുത്തുന്നുണ്ട്. മാർക്സിയൻ കാഴ്ചപ്പാടിലെ വർഗസമരത്തെ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ചട്ടക്കൂടിൽ അവതരിപ്പിക്കുകയാണ് മംദാനി ചെയ്തത്. അതിസമ്പന്നരും ഉദ്യോഗസ്ഥ വൃന്ദവും നിയന്ത്രിക്കുന്ന വ്യവസ്ഥയിലേക്ക് നേരിട്ടുള്ള ഈ പോരാട്ടം അമേരിക്കൻ ജനാധിപത്യത്തിൽ പുതിയൊരു ദിശാബോധം നൽകുന്നു. ന്യൂയോർക്കിലെ ഈ മാറ്റം കേവലം പ്രാദേശികമല്ല, മറിച്ച് വരാനിരിക്കുന്ന 2028 അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒന്നാണ്. മംദാനി ഉയർത്തിയ ദാരിദ്ര്യം, അസമത്വം, സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയാക്കാൻ ന്യൂയോർക്ക് വിധി പശ്ചാത്തലമൊരുക്കി. അതിസമ്പന്നരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ട്രംപിന്റെ നയങ്ങളും മംദാനിയുടെ സോഷ്യലിസ്റ്റ് ബദലുകളും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരിക്കും വരും വർഷങ്ങളിൽ
അമേരിക്കൻ രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ന്യൂയോർക്ക് മേയർ എന്ന നിലയിൽ മന്ദാനി നടപ്പിലാക്കുന്ന ഓരോ നയവും അമേരിക്കൻ ഐക്യനാടുകളിലെ സാധാരണക്കാരുടെ പ്രതീക്ഷകൾക്ക് കരുത്ത് പകരുന്നവയാണ്. അതിനാൽ തന്നെ മന്ദാനിക്കെതിരെ ട്രംപും വലതുപക്ഷ ശക്തികളും കൂടുതൽ കടുത്ത രാഷ്ട്രീയ വേട്ടയാടലുകൾക്ക് മുതിരാനുള്ള സാധ്യതയുമുണ്ട്. എന്നിരുന്നാലും ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് നഗരം ഒരു സോഷ്യലിസ്റ്റ് നേതാവിനെ സ്വീകരിച്ചത് ആഗോളതലത്തിൽ തന്നെ മുതലാളിത്ത വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പുതിയ ഊർജം നൽകുന്ന ചരിത്രപരമായ ഒരു സംഭവമാണ്.